എല്ലാവർക്കും നമസ്കാരം. രാമായണം 13-ാം ദിവസം. സുഗ്രീവൻ രാജാവാകുകയാണ്. ബാലിയുടെ പുത്രനായ അംഗദനോട് ചേർത്ത് സുഗ്രീവൻ വാനര രാജാവിൻ്റെ സംസ്കാര കർമ്മങ്ങൾ രാജോചിതമായി നിർവഹിച്ചു. മന്ത്രികളോടുകൂടി രാമനെ പ്രണമിച്ചു. കിഷ്കിന്ധയെ അവിടുന്ന് രക്ഷിച്ചുകൊള്ളുക, അടിയന് അവിടുത്തെ സേവകനായി മാത്രം കഴിഞ്ഞാൽ മതി. സുഗ്രീവൻ്റെ അഭ്യർത്ഥന മൃദുഹാസത്തോടെ രാമൻ കേട്ടു. നീയും ജാനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. രാജാധിപത്യം ഞാൻ നിനക്ക് നൽകുന്നു. ബാലിയെപ്പോലെ നീ രാജ്യം പരിപാലിക്കണം. അവൻ്റെ മകനെയും വാത്സല്യപൂർവ്വം സംരക്ഷിക്കണം. സൗമിത്രി സുഗ്രീവനെ വാനര രാജാവായി അഭിഷേകം ചെയ്തു. മഴക്കാലം കഴിയുന്നതുവരെ താനും ലക്ഷ്മണനും പ്രവർഷണ പർവ്വതത്തിൽ കഴിയുന്നതാണെന്ന് രാഘവൻ നിശ്ചയിച്ചു. മഴക്കാലം കഴിയുന്നതോടെ സീതാന്വേഷണം തുടങ്ങാമെന്ന് സുഗ്രീവനും വാക്കുകൊടുത്തു. പ്രവർഷണ പർവ്വതത്തിൽ താമസിക്കുന്ന കാലത്താണ് രാമൻ ലക്ഷ്മണന് ക്രിയാമാർഗം ഉപദേശിക്കുന്നത്. ആത്യന്തികമായി മുക്തി പ്രാപിക്കാനുള്ള മാർഗം ഓരോരുത്തരും അവനവൻ്റെ നിത്യകർമ്മങ്ങൾ മുറ പോലെ അനുഷ്ഠിക്കണം. ഒപ്പം ചിത്തശുദ്ധിയോടെ ഈശ്വരഭജനവും നടത്തണം. അതിന് ഉത്തമനായ ആചാര്യൻ്റെ ഉപദേശം തേടണം. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ശരിയായ വഴി തിരഞ്ഞെടുത്ത് നിഷ്ഠയോടെ ജീവിക്കണം. വർഷക്കാലം അവസാനിക്കാറായിരിക്കുന്നു. ഹനുമാൻ സുഗ്രീവനെ ഓർമ്മിപ്പിച്ചു. ശ്രീരാമൻ നിനക്ക് തന്ന വാക്ക് പാലിച്ചു കഴിഞ്ഞു. ഇനി നിന്റെ ഊഴമാണ്. വാനര രാജാവായി ഭോഗങ്ങൾ അനുഭവിച്ച് എത്ര കാലം കഴിക്കും? ബാലിയെ കൊന്ന രാമൻ നിന്നെ കൊല്ലാൻ ഇടവരുത്തരുത്. ഒട്ടും വൈകാതെ സീതാന്വേഷണത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യുക. ഹനുമാന്റെ ഓർമ്മപ്പെടുത്തൽ സുഗ്രീവനെ ഉണർത്തി. 10 ദിക്കിൽ നിന്നുമുള്ള വാനരന്മാർ ഉടനെ കിഷ്കിന്ധയിലെത്തണമെന്ന് ഉത്തരവിട്ടു. അതിനായി സന്ദേശവും കൊടുത്ത് 10,000 കവികളെ നാനാദിക്കുകളിലേക്കും അയച്ചു. ഇതൊന്നും അറിയാതെ ദൂരെ പ്രവർഷണ പർവ്വതത്തിലിരുന്ന് രാമൻ വിലപിച്ചു. ശരത്കാലമെത്തി. സുഗ്രീവൻ തൻ്റെ വാക്ക് മറന്നുവെന്ന് തോന്നുന്നു. അവൻ്റെ ഭാഗത്തു നിന്നും നീക്കങ്ങളൊന്നും കാണുന്നില്ലല്ലോ. വിവരമന്വേഷിച്ച് വരുവാൻ രാമൻ ലക്ഷ്മണനെ കിഷ്കിന്ധയിലേക്ക് അയച്ചു. സത്യലംഘനം ചെയ്താൽ ജ്യേഷ്ഠൻ പോയ വഴി അവനും പോകുമെന്ന് സുഗ്രീവനെ അറിയിക്കണം. ലക്ഷ്മണൻ കിഷ്കിന്ധയിലെത്തി. ക്രോധാവേശം പൂണ്ട ലക്ഷ്മണനെ കണ്ട് വാനരന്മാർ ഭയന്ന് ഓടി ഒളിച്ചു. തുടർന്ന് ഹനുമാനും താരയും വന്ന് ലക്ഷ്മണനോട് നല്ല വാക്കുകൾ പറഞ്ഞ് കോപം ശമിപ്പിച്ചു. രാമകാര്യം വാനരവീരർ മറന്നിട്ടില്ല. നാനാദിക്കുകളിൽ നിന്നും വാനരപ്രമുഖർ വന്നെത്തിത്തുടങ്ങി. താമസം കൂടാതെ അവർ സീതാന്വേഷണത്തിന് പുറപ്പെടുന്നതായിരിക്കും. സുഗ്രീവൻ ലക്ഷ്മണനെയും കൂട്ടി തേരിൽ കയറി ആഘോഷപൂർവ്വം രാമനെ കാണാൻ യാത്രയായി. സുഗ്രീവൻ രാമപാദങ്ങളിൽ വീണു. രാമൻ സ്വന്തം സങ്കടങ്ങൾ മറന്ന് വാനര സുഹൃത്തിനെ ആലിംഗനം ചെയ്തു. സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ച് ആതിഥ്യമരളി. വന്നുകൂടിയ കവികുലത്തെ രാമൻ നല്ലവണ്ണം ഒന്ന് നോക്കി. ഏതെല്ലാം ദിക്കുകളിൽ നിന്നാണ് അവർ വന്നിരിക്കുന്നത്? രാക്ഷസന്മാരെ ഒടുക്കുവാൻ എല്ലാം കൊണ്ടും പ്രാപ്തർ. നീലൻ, ഗജൻ, ഗവയൻ, ഗവാക്ഷൻ പലരെയും പേര് പറഞ്ഞ് സുഗ്രീവൻ പരിചയപ്പെടുത്തി. കൂട്ടത്തിൽ ബ്രഹ്മപുത്രനായ ജാമ്പവാൻ, മഹാബുദ്ധിശാലിയായ ഹനുമാൻ, താരാതനയനായ അംഗദൻ, ഹനുമാന്റെ പിതാവായ കേസരി. സന്തോഷം കൊണ്ട് രാമൻ്റെ കണ്ണു നിറഞ്ഞു. സുഗ്രീവനെ ആലിംഗനം ചെയ്തു. 4 ദിക്കുകളിലേക്കും സീതയെ അന്വേഷിച്ച് 100,000 വാനരന്മാർ വീതം പോകണം. ഹനുമാൻ ദക്ഷിണ ദിക്കിലേക്കാണ് പോകേണ്ടത്. അംഗദൻ, ജാമ്പവാൻ, നളൻ, സുഷേണൻ തുടങ്ങിയവരും ഹനുമാനോടൊപ്പം ഉണ്ടായിരിക്കണം. 30 നാളിനകത്ത് സീതയുടെ വിവരമറിഞ്ഞ് തിരിച്ചു വരണം. അത് കഴിഞ്ഞ് വരുന്നവർക്ക് മരണശിക്ഷ. സുഗ്രീവൻ വാനരന്മാർക്ക് നിർദ്ദേശം നൽകി. എല്ലാവരും രാമനെ നമസ്കരിച്ച് യാത്രയായി. അവിടുന്ന് ഹനുമാനെ പ്രത്യേകമായി വിളിച്ച് തൻ്റെ മുദ്രാമോതിരം ഏൽപ്പിച്ചു. എൻ്റെ കാര്യം സാധിക്കുക മറ്റാരുമല്ല, നീയാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. സീതയെ കാണുമ്പോൾ അവൾക്ക് വിശ്വാസം വരുവാനായി എൻ്റെ ഈ മോതിരം കൊടുക്കുക. അതിനുശേഷം അടയാളവാക്യവും രാമൻ ഹനുമാന് പറഞ്ഞു കൊടുത്തു. ഹനുമാൻ അടക്കമുള്ള വാനരക്കൂട്ടം തെക്കേ ദിക്ക് നോക്കി യാത്രയായി. വളരെയൊക്കെ സഞ്ചരിച്ചിട്ടും തിരഞ്ഞിട്ടും സീതയെക്കുറിച്ച് ഒരു വിവരവും അവർക്ക് ലഭിച്ചില്ല. വിശപ്പും ദാഹവും കൊണ്ട് ക്ഷീണിച്ച് വലഞ്ഞ് ഒരു നാൾ അവരൊരു ഗുഹ കണ്ടെത്തി. ഗുഹയ്ക്കകത്ത് നിന്ന് നനവാർന്ന ചിറകുകളുമായി പക്ഷികൾ പറന്നു വരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഗുഹയ്ക്കകത്ത് വെള്ളമുണ്ടെന്ന് തീർച്ച. നമുക്ക് ഇറങ്ങിച്ചെന്ന് ദാഹം തീർക്കാം. ആദ്യം ഗുഹയിലേക്ക് ഇറങ്ങിയത് മാരുതിയാണ്. പിന്നാലെ മറ്റുള്ളവരും. കൈകോർത്തൊരു ചങ്ങല പോലെ കൂരിരുട്ട്, ഒന്നും കാണാൻ വയ്യാത്ത സ്ഥിതി. എന്നാലും പ്രതീക്ഷയോടെ അവർ മുന്നോട്ട് പോയി. കുറേ ദൂരം ചെന്നപ്പോൾ കണ്ണിന് ആനന്ദം നൽകുന്ന കാഴ്ച. തെളിനീർ നിറഞ്ഞ കുളങ്ങളും കിണറുകളും ഫലസമൃദ്ധമായ വൃക്ഷങ്ങൾ. മനുഷ്യരുടേതല്ല, ദേവന്മാരുടെ ഒരു ഉദ്യാനമാണെന്ന് തോന്നി. അവർ വെള്ളം കുടിച്ചും പഴങ്ങൾ പറിച്ച് തിന്നും ഉല്ലസിച്ച് നടക്കുന്നതിനിടയിൽ അതാ ഏകാന്ത തപസ്സനുഷ്ഠിക്കുന്ന ഒരു യോഗിനി, അഗ്നിജ്വാല പോലെ പ്രഭാമയി.
അവർ പരസ്പരം വിവരങ്ങൾ കൈമാറി. വിശ്വകർമാവിൻ്റെ മകളായ ഹേമയുടെ സഖിയായ സ്വയംപ്രഭയായിരുന്നു ആ തപസ്വിനി. ഹേമയുടെ നൃത്തവൈഭവത്തിൽ പ്രീതനായ ശ്രീ പരമേശ്വരൻ അവൾക്ക് ഇഷ്ടദാനമായി നൽകിയ സ്ഥലമായിരുന്നു അത്. വിഷ്ണുഭക്തയായ ഹേമ ബ്രഹ്മലോകം പോകി. താൻ തപോനിരതയായി ഇവിടെ തുടരുന്നു. ശ്രീരാമദേവനെ കണ്ടു വന്ദിക്കാൻ എനിക്ക് തിടുക്കമായി. ഞാൻ അവിടുത്തെ കാണാൻ പോകുന്നു. നിങ്ങളെല്ലാവരും ഒരു നിമിഷം കണ്ണടച്ചു നിൽക്കുക. ഞാൻ നിങ്ങളെ ശരിയായ വഴിയിലെത്തിക്കാം, സ്വയംപ്രഭ പറഞ്ഞു. വാനരന്മാർ കണ്ണടച്ചു തുറന്നു. അത്ഭുതം തന്നെ, തങ്ങൾ തുടർന്ന് സഞ്ചരിക്കേണ്ട വഴിയിൽ അവർ എത്തിക്കഴിഞ്ഞു. സ്വയംപ്രഭ ശ്രീരാമസന്നിധിയിലെത്തി. ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദര സേവിതം രാഘവം. അവൾ രാമപാദങ്ങളിൽ വീണു സ്തുതിച്ചു. സ്വയംപ്രഭ ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ, എവിടെ ഏതു നിലയിൽ വസിച്ചാലും എൻ്റെ മനസ്സിലെ ഭക്തിക്ക് ഇളക്കമുണ്ടാകരുത്. അങ്ങനെയാവട്ടെ എന്ന് രാമൻ മന്ദസ്മിതം തൂകിക്കൊണ്ട് അവളെ അനുഗ്രഹിച്ചു. ദിവസങ്ങൾ അതിവേഗം കടന്നുപോയി. സീതയെക്കുറിച്ച് ഒരു വിവരവും കിട്ടാതെ വാനരന്മാർ നിരാശരായി. 30 ദിവസം കഴിഞ്ഞ് ചെന്നാൽ തല വെട്ടുമെന്നാണ് സുഗ്രീവാജ്ഞ. ആ ആജ്ഞ നിഷ്ഫലമാവില്ല. അങ്കദനായിരുന്നു ഏറ്റവും ഭയം. തൻ്റെ അച്ഛനെ രാമനെ കൊണ്ട് കൊല്ലിച്ചതല്ലേ, ഇനി തന്നെയും കൊല്ലും. ഇത് അതിനുള്ളൊരു കാരണമാവും. ചില വാനരന്മാർ അങ്കദന് മുന്നിൽ ഒരു നിർദ്ദേശം വെച്ചു. നമുക്ക് ആ ഗുഹയിൽ ചെന്ന് സുഖമായി പാർക്കാം, അവിടെ ആരും നമ്മളെ കണ്ടെത്തുകയില്ല. ഇത്രയും ദുർവിചാരമരുത്. അങ്കദനെ ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാവരോടുമായി ഹനുമാൻ പറഞ്ഞു. അങ്കദ, ശ്രീരാമൻ ഏറ്റവും വാത്സല്യം നിന്നോടാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടത്തെക്കുറിച്ച് തെല്ലും ഭയം വേണ്ട. വേറൊരു കാര്യം, എവിടെ ചെന്നൊളിച്ചാലും രാമബാണം അവിടെ എത്തും, വേണ്ടത് ചെയ്യും. ഹനുമാൻ മർക്കടന്മാരെ രാമൻ്റെ മഹത്വം വർണ്ണിച്ച് കേൾപ്പിച്ചു. ശുഭമായ വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അവസാനം അവർ ഒരു തീരുമാനത്തിലെത്തി. സീതയുടെ വിവരമറിയാതെ കിഷ്കിന്ധയിലേക്ക് ചെന്നാൽ നിശ്ചയമായും സുഗ്രീവൻ്റെ വാളിന് ഇരയാകും. മാസം തികയാൻ ഇനി ഏറെ നാൾ ബാക്കിയില്ല. ജാനകിയെ കണ്ടുകിട്ടാത്ത സ്ഥിതിക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടതില്ല. അതിലും നല്ലത് ഈ കടൽ തീരത്ത് തന്നെ കിടന്ന് സ്വയം മരണം വരിക്കുകയാണ്. അവരെല്ലാവരും അവിടെ തന്നെ കിടന്ന് മരിക്കാൻ തയ്യാറായി ദർഭ വിരിച്ചു കിടന്നു. കഥ മുന്നോട്ട് നീങ്ങണമല്ലോ. അവരാരും മരിക്കില്ല. തുടർന്ന് നാളെ.